അങ്ങനെ ഒരു ഓണം കൂടി. ആദ്യം തന്നെ അത്തപ്പൂക്കളം. ഓണത്തിന് പൂക്കളം ഒരു മെയിൻ ഘടകമായതുകൊണ്ട് ഹെവി പൂക്കളമാണ് ഇടാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു ഹെവി ഡ്യൂട്ടി JCB കേശു കൊണ്ടുവന്നിട്ടുണ്ട്. കേശു ആണ് ഓപ്പറേറ്റർ. അങ്ങനെ പൂക്കളൊക്കെ ഒരുക്കുകയാണ്. പൂക്കൾ ഒരുക്കാൻ നമ്മുടെ JCB ഓപ്പറേറ്ററും കൂടിയിട്ടുണ്ട്. അങ്ങനെ പൂക്കളം ഇട്ടു. ഇതെന്ത് പൂക്കളം എന്ന് തോന്നുന്നവർക്ക് എനിക്ക് പറയാനുള്ള മറുപടി പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കങ്ങനെ തോന്നി, ഞാനങ്ങനെ ഇട്ടു. അടുത്തത് പൂക്കളത്തിൻ്റെ കൂടെ സെൽഫി എടുക്കാനുള്ള അവസരമാണ്. എല്ലാവരും വന്ന് സെൽഫി എടുത്തു. മെയിൻ ആളെ നമ്മൾ പിടിച്ചു നിർത്തി ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കേശു തലങ്ങും വിലങ്ങും നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ്. ചായ, ഉപ്പുമാവ്, പഴം. സാധാരണ ഉള്ളത് തന്നെ. എന്തായാലും നല്ലൊരു വെട്ടുവെട്ടി. തൊട്ടടുത്ത് തന്നെ സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഒന്ന് അടുക്കള വരെ പോയിട്ട് വരാനായിരുന്നു. അവിടെ ചെന്നപ്പം നമ്മുടെ അവിയൽ അടുപ്പിലായിട്ടുണ്ട്. അമ്മയാണെങ്കിൽ തേങ്ങ വഴറ്റുന്നു. എനിക്ക് തോന്നുന്നത് തീയലിനാണോ എന്തിനോ തേങ്ങ വഴറ്റുന്നുണ്ട്. അടുത്തത് ചെറുക്കൻ വീട്ടുകാരുടെ പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ കരുതും പാട്ട് മാത്രമേ ഉള്ളൂ. അല്ല, ഡാൻസും ഉണ്ട്. കേശുവിൻ്റെ പ്രത്യേകതരം സ്റ്റെപ്പുള്ള ഒരു ഡാൻസാണ്. കേശു ചെരുപ്പിൽ എന്തോ ഒരു സാധനം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അന്നേരം തുടങ്ങിയാണ് ഈ സ്റ്റെപ്പ്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടന എന്ന ഗാനമാണ്. കേശുവിൻ്റെ റിക്വസ്റ്റ് സോങ് ആയിരുന്നേ. ഒന്നും കൂടി അടുക്കളയിൽ ചെന്നെല്ലാം ഒന്ന് തിരക്കി. അന്നേരം കൊണ്ട് തോരനും കൂടെ ഉള്ളൂ. നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ വിഭവങ്ങളും മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ വിളമ്പി തുടങ്ങുകയാണ്. സാധാരണ ഇത്രയും കറികളൊന്നും ഉണ്ടാകാറുള്ളതല്ല. എന്തുകൊണ്ടായിരിക്കും ഇത്രയും കറികളൊക്കെ വെച്ചതെന്നറിയോ? ഞാനിവിടെ തിരുവനന്തപുരത്ത് ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുകയാണെന്നൊക്കെയാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് അമ്മ കുറേ കറികൾ എന്തൊക്കെയോ തയ്യാറാക്കി എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കല്ല, എല്ലാവർക്കും കൂടിയാണ് റെഡിയാകുന്നുണ്ട്. കേശു താണ്ട കഴിക്കുന്നു. എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നല്ലൊരു വെട്ടിയിട്ട് നല്ലൊരു ഉറക്കവും ഉറങ്ങി. ഉറക്കം എഴുന്നേറ്റിട്ട് നേരെ ഞാൻ പോയി പായസം വെച്ചു. എനിക്ക് പായസം വെക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ശ്രീദേവിയാണ് പറഞ്ഞു തന്നത്. ഞാനാണ് ഈ ഇളക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട്. കേശുവിൻ്റെ നിർബന്ധത്തിനാണ് പായസം വെച്ചത്. പായസം കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ സന്ധ്യയോടുകൂടി ഞങ്ങൾ അമ്പലത്തിൽ പോയി. രാവിലെ പോകാൻ പറ്റിയില്ല. അവിടെ നിന്ന് നേരെ വന്നിട്ട് വീട്ടിൽ വന്നു. കസേര കളിയായിരുന്നു. കേശുവിന് അന്നേരം കസേര കളിക്കണം. ഞാൻ വീഡിയോ എടുത്തു. അവർ രണ്ടുപേരും കസേര കളിച്ചു. കടുത്ത മത്സരമായിരുന്നു. ആദ്യത്തെ റൗണ്ട് കേശു ജയിച്ചു. രണ്ടാമത്തെ റൗണ്ട് തിരിഞ്ഞ് കറങ്ങാൻ പറഞ്ഞു. തിരിഞ്ഞ് കറങ്ങി വീണ്ടും കേശു തന്നെ ജയിച്ചു. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ലേ? അങ്ങനെ തോന്നിയെങ്കിൽ യാദൃച്ഛികം മാത്രം. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങൾ അമ്മയുടെ വീട്ടിലാണ്. ശൂരനാടാണ്. നല്ല വൈബ് സ്ഥലമാണ്. ഇപ്പോൾ കണ്ടോണം. ഓടണ്ട കേശു, ഓടരുത്, വെള്ളമാ. സൂപ്പർ സ്ഥലമാണ്. പള്ളിക്കലാറാണ് ഈ കാണുന്നത്. നല്ല മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കേശു നിൽക്കുന്ന ഈ ഭാഗമില്ല, മിറ്റം, ഇവിടെ എല്ലാം വെള്ളം കയറും. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഓണം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും.